Dear friends, the topic is levels of organizational conflict. Organizational conflict is the struggle between opposing needs and interests. പരസ്പരം വൈരുദ്ധ്യങ്ങളായിട്ടുള്ള ആവശ്യങ്ങൾ, അതേപോലെ താല്പര്യങ്ങൾ. സ്ഥാപനത്തിൽ പല കക്ഷികളുണ്ടാകും. അവരുടെയൊക്കെ താല്പര്യങ്ങൾ, പ്രധാനമായിട്ടും എംപ്ലോയറുടെയും എംപ്ലോയിയുടെയും താല്പര്യങ്ങൾ പരസ്പരം വൈരുദ്ധ്യമാണ്. ഓപ്പോസിങ് നീഡ്സ് ആൻഡ് ഇൻട്രസ്റ്റ്. ഓക്കെ, അങ്ങനെയുള്ള ചില കാരണങ്ങൾ, സ്ട്രഗിൾസ് മൂലമാണ് ഓർഗനൈസേഷണൽ കോൺഫ്ലിക്റ്റ് ബേസിക്കലി ഉണ്ടാകുന്നത്. We can divide the levels of organizational conflict into individual level conflict and as well as organizational level conflict. First is individual level conflict. Individual level conflict ഇതെങ്ങനെ ഉണ്ടാവുന്നു? It arises when an individual is unable to satisfy his needs. ഓക്കെ, ഒരു വ്യക്തിക്ക്, സ്ഥാപനത്തിലെ ഒരു തൊഴിലാളിക്ക് തൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടാൻ സാധിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു കോൺഫ്ലിക്റ്റാണ് ഇൻഡിവിജ്വൽ ലെവൽ കോൺഫ്ലിക്റ്റ്. ദിസ് ക്യാൻ ബി ഇൻട്രാ ഇൻഡിവിജ്വൽ കോൺഫ്ലിക്റ്റ് ആൻഡ് ഇൻ്റർ ഇൻഡിവിജ്വൽ കോൺഫ്ലിക്റ്റ്. ഇൻഡിവിജ്വൽ കോൺഫ്ലിക്റ്റ് ഇൻട്രാ ലെവലും ആവാം, ഇൻ്റർ ലെവലും ആവാം. ഇൻട്രാ ഇൻഡിവിജ്വൽ ലെവൽ കോൺഫ്ലിക്റ്റും ആവാം, ഇൻ്റർ ഇൻഡിവിജ്വൽ കോൺഫ്ലിക്റ്റും ആവാം. ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻട്രാ ഇൻഡിവിജ്വൽ കോൺഫ്ലിക്റ്റിനെ കുറിച്ചാണ്. ഇൻട്രാ ഇൻഡിവിജ്വൽ കോൺഫ്ലിക്റ്റ്, ഇറ്റ് അറൈസസ് ഡ്യൂ ടു സം റീസൺസ്. ഇൻട്രാ ഇൻഡിവിജ്വൽ ലെവൽ, ഒരു വ്യക്തിക്കുള്ളിൽ തന്നെ ഉണ്ടാകുന്ന തരത്തിലുള്ള കോൺഫ്ലിക്റ്റുകൾ, സ്വയം ജനിക്കുന്ന ചില കോൺഫ്ലിക്റ്റുകൾ. അത്തരം കോൺഫ്ലിക്റ്റുകളുടെ കാരണങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, കോൺഫ്ലിക്റ്റ് ഫ്രം ഫ്രസ്ട്രേഷൻ. ഫ്രസ്ട്രേഷൻ വഴി ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ എ മോട്ടിവേറ്റഡ് ഡ്രൈവ് ഈസ് ബ്ലോക്ക്ഡ് ബിഫോർ എ പേഴ്സൺ റീച്ചസ് എസ് ഡിസൈഡ് ഗോൾസ്. തൻ്റെ ലക്ഷ്യപ്രാപ്തി നേടുന്നതിന് മുമ്പ്, ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് മുമ്പേ ഈ മോട്ടിവേറ്റഡ് ഡ്രൈവ് ബ്ലോക്കായി പോകുന്ന ഒരവസ്ഥയാണ്. അങ്ങനെ സംഭവിക്കുമ്പോൾ കോൺഫ്ലിക്റ്റ് വരും. ദാറ്റ് ഈസ് കോൺഫ്ലിക്റ്റ് ഫ്രം ഫ്രസ്ട്രേഷൻ. അത്തരത്തിലുള്ള കോൺഫ്ലിക്റ്റിനെയാണ് നമ്മൾ കോൺഫ്ലിക്റ്റ് ഫ്രം ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത്. മോട്ടിവേറ്റഡ് അല്ലെങ്കിൽ മോട്ടിവേറ്റിംഗ് ഡ്രൈവ് ഈസ് ബ്ലോക്ക്ഡ് ബിഫോർ ദ അറ്റൈൻമെൻറ്റ് ഓഫ് ഗോൾസ്. ദാറ്റ് ഈസ് കോൺഫ്ലിക്റ്റ് ഫ്രം ഫ്രസ്ട്രേഷൻ. ദ നെക്സ്റ്റ് ഈസ് ഗോൾ കോൺഫ്ലിക്റ്റ്. എന്താണ് ഗോൾ കോൺഫ്ലിക്റ്റ്? ദിസ് ക്യാൻ ബി അപ്രോച്ച് കോൺഫ്ലിക്റ്റ്, അതേപോലെ അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്, അല്ലെങ്കിൽ അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. ഇങ്ങനെ 3 തരത്തിലുള്ള കോൺഫ്ലിക്റ്റാണ് ഗോൾ കോൺഫ്ലിക്റ്റ്. എന്താണ് അപ്രോച്ച് കോൺഫ്ലിക്റ്റ്? 2 പോസിറ്റീവ് ഗോൾസ് ബട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ്. ഇത് ഫേസ് ചെയ്യുമ്പോൾ വരുന്ന ഒരു കോൺഫ്ലിക്റ്റാണ് അപ്രോച്ച് കോൺഫ്ലിക്റ്റ്. 2 പോസിറ്റീവായ കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നു. ഏത് തിരഞ്ഞെടുക്കണമെന്ന കാര്യത്തിൽ എക്സ്ക്ലൂസീവായിട്ടുള്ള ഓൾട്ടർനേറ്റീവ്സ് ആണ്. അവിടെ കൺഫ്യൂഷൻ വരുന്നു. അപ്പോൾ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റാണ് അപ്രോച്ച് കോൺഫ്ലിക്റ്റ്. ഓക്കെ, 2 പോസിറ്റീവായ കാര്യങ്ങൾ. ഉദാഹരണത്തിന് നമുക്ക് ഒരു ജോലി ലഭിക്കുന്നു, ഗവൺമെൻറ് ജോബാണ്. 1 ജോബ് ക്ലറിക്കൽ പോസ്റ്റ്, അനദർ ജോബ് ടീച്ചിങ് പോസ്റ്റ്. നമുക്ക് ടീച്ചിങ് പോസ്റ്റാണ് വേണ്ടത്. എന്നാൽ ടീച്ചിങ് പോസ്റ്റ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് കുറച്ച് ദൂരെയാണ്, മറ്റൊരു ഡിസ്ട്രിക്റ്റിലാണ് ലഭിച്ചിരിക്കുന്നത്. എന്നാൽ ക്ലറിക്കൽ പോസ്റ്റ് നമുക്ക് തൊട്ടടുത്താണ്, നമ്മുടെ പഞ്ചായത്തിലാണ് ലഭിച്ചത്. അപ്പോൾ നമുക്ക് ഏത് തിരഞ്ഞെടുക്കണമെന്ന കാര്യത്തിലൊരു കൺഫ്യൂഷൻ. ബോത്ത് ആർ പോസിറ്റീവ് ഗോൾസ്. അങ്ങനെ ഒരു പേഴ്സൺ മോട്ടിവേറ്റ് ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാവുന്ന കോൺഫ്ലിക്റ്റാണ് അപ്രോച്ച് കോൺഫ്ലിക്റ്റ്. ഓക്കെ, മറ്റൊന്നാണ് അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. ഇവിടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കോൺഫ്ലിക്റ്റുകൾ, ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ചില ഗോളുകൾ ഫേസ് ചെയ്യുന്ന സമയത്ത് ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, പോസിറ്റീവ് ആയ കാര്യങ്ങളും നെഗറ്റീവായ കാര്യങ്ങളും രണ്ടും ഉണ്ട്. ആ രൂപത്തിൽ വരുമ്പോൾ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാറുണ്ട്. അത്തരം കോൺഫ്ലിക്റ്റാണ് അപ്രോച്ച് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, വാല്യൂസ് കൽപ്പിക്കുമ്പോൾ
അതേപോലെ ഇൻട്രസ്റ്റ് മറ്റൊന്നാവുമ്പോൾ ഒക്കെ സംഭവിക്കുന്ന ഒരു കോൺഫ്ലിക്റ്റാണ് ഈ അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഉദാഹരണത്തിന് നമ്മൾ കുട്ടികളൊക്കെ വീട്ടിൽ പാരൻസ് പറയുന്നത് ഭയന്നിട്ട് ചില കാര്യങ്ങളിൽ ഏർപ്പെടാതിരിക്കാറുണ്ട്. വൈകി വന്ന വീട്ടിൽ നിന്ന് പറയും എന്ന ഭയത്താൽ ചില സ്ഥലങ്ങളിൽ പോവാതിരിക്കുകയൊക്കെ ചെയ്യുന്ന അവസ്ഥ. അപ്പോൾ ആ സമയത്ത് അവർക്കുണ്ടാവുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, കോൺഫ്ലിക്റ്റ്. ജനറൽ നാച്ചർ ആകുമ്പോൾ അങ്ങനെ പറയാം. ഈ കുട്ടികളിലൊക്കെ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റ് അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റാണ്. ചെയ്യണോ ചെയ്യാതിരിക്കണോ എന്നുള്ള ഒരു കോൺഫ്ലിക്റ്റ്. വീട്ടിൽ ചെന്ന് വഴക്ക് പറയും, അല്ലെങ്കിൽ പ്രോഗ്രാമിന് പോവണം എന്നുള്ള ഒരു അവസ്ഥയുണ്ടല്ലോ, അതാണ് അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. എംപ്ലോയീസിനും അങ്ങനെ സ്ഥാപനത്തിൽ ഫേസ് ചെയ്യാറുണ്ട്. ഓക്കെ, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ചില ഗോൾസുകൾ ഫേസ് ചെയ്യുന്ന സമയത്ത്. അതേപോലെ അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ ബോത്ത് നെഗറ്റീവ് ഗോൾസുകൾ 2 നെഗറ്റീവ് ഗോൾസ് ഫേസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന കോൺഫ്ലിക്റ്റാണ് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. വെൻ എ പേഴ്സൺ ഈസ് ഫേസ്ഡ് വിത്ത് 2 നെഗറ്റീവ് ഗോൾസ്. ഓക്കെ, ഒരു എംപ്ലോയിക്ക് പണിഷ്മെൻറ്റ് ലഭിക്കുന്നു അല്ലെങ്കിൽ ഡിസ്മിസ്. ഓക്കെ, ആ രൂപത്തിൽ അപ്പോൾ ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ള തരത്തിലുള്ള ഒരു കോൺഫ്ലിക്റ്റ്. ടീച്ചേഴ്സ് ക്ലാസ്സിൽ പണിഷ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് ഇമ്പോസിഷൻ അല്ലെങ്കിൽ അടി, പണിഷ്മെൻറ്റ്, ആ രൂപത്തിൽ ഏത് തിരഞ്ഞെടുക്കണം എന്ന കാര്യത്തിൽ ഒരു കുട്ടിക്കുണ്ടാകുന്നൊരു ഡൗട്ട് ഉണ്ടല്ലോ. അങ്ങനെ ഒരു ടീച്ചർ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ളൊരു കോൺഫ്ലിക്റ്റാണ് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. 2 നെഗറ്റീവ് ഗോൾസ് ഫേസ് ചെയ്യുന്ന സമയത്ത് വരുന്ന കോൺഫ്ലിക്റ്റ്. One more intra-individual level conflict is role conflict. Several roles simultaneously, ഒന്നിച്ച് പല റോളുകൾ വരുന്ന സമയത്ത് ഒരു എംപ്ലോയിക്ക് ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഒരു വ്യക്തിക്കുണ്ടാവുന്ന കോൺഫ്ലിക്റ്റാണ് റോൾ കോൺഫ്ലിക്റ്റ്. പലപ്പോഴും കൗമാരപ്രായക്കാരിലൊക്കെ കാണുന്നൊരു കോൺഫ്ലിക്റ്റാണിത്. ഏത് റോള് ആണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളൊരു കോൺഫ്ലിക്റ്റ്. ഓക്കെ, ആരാവണം, ഞാനിപ്പോൾ കുട്ടിയാണോ അല്ലെങ്കിൽ മുതിർന്ന ആളാണോ എന്നുള്ള ഒരു കോൺഫ്ലിക്റ്റ്, റോൾ കോൺഫ്ലിക്റ്റ്. പല റോളുകൾ ഒന്നിച്ച് ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ ഒരു സ്ഥാപനത്തിൽ തൊഴിലാളികൾക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന മറ്റൊരു കോൺഫ്ലിക്റ്റാണ് റോൾ കോൺഫ്ലിക്റ്റ്. ഓക്കെ, ദീസ് ആർ ദ intra individual level conflict. The next is inter individual level conflict. Inter individual level conflict വരുന്നത് പ്രധാനമായും പേഴ്സണാലിറ്റി ഡിഫറൻസ്, ഈഗോ സ്റ്റാറ്റസ്, വാല്യൂ ആൻഡ് ഇൻട്രസ്റ്റ് ഡിഫറൻസ് ഇൻ പെർസെപ്ഷൻ, അതേപോലെ സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ്, ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഇൻ്റർ ഇൻഡിവിജ്വൽ കോൺഫ്ലിക്റ്റ് വരുന്നത്. ഒരു സ്ഥാപനത്തിലെ 2 തൊഴിലാളികൾ തമ്മിൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത്തരം കാരണങ്ങൾ മൂലം പേഴ്സണാലിറ്റി ഡിഫറൻസ്, ഓക്കെ, ഈഗോ സ്റ്റാറ്റസ്, വാല്യൂ ആൻഡ് ഇൻട്രസ്റ്റ് ഡിഫറൻസ്. വാല്യൂ ഒന്നിന് കൽപ്പിക്കുന്നു പക്ഷേ താല്പര്യം ഒന്നാണ്, പേഴ്സണാലിറ്റിയിലുള്ള വ്യത്യാസം. ഈഗോ സ്റ്റാറ്റസ്, ഡിഫറൻസ് ഇൻ പെർസെപ്ഷൻ, സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ്. ഓക്കെ, സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ് വഴിയൊക്കെ ഇൻ്റർ ഇൻഡിവിജ്വൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവാറുണ്ട്. ഓക്കെ, റിസോഴ്സ് ആർ ഇനഫ് ആണെങ്കിൽ കോൺഫ്ലിക്റ്റ് ഇല്ലല്ലോ. ഇപ്പോൾ സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സ് ഉണ്ടാകുമ്പോൾ ഒരാളുടെ കയ്യിലുണ്ട് മറ്റൊരാളുടെ കയ്യിലില്ല, അങ്ങനെയൊക്കെ വരുമ്പോൾ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവും, ബന്ധങ്ങൾക്ക് വിള്ളലുണ്ടാവും. ഓക്കെ, കോൺഫ്ലിക്റ്റുകൾ ഓട്ടോമാറ്റിക്കായിട്ട് വരും. അപ്പോൾ അത്തരം കോൺഫ്ലിക്റ്റുകളാണ് ഇൻ്റർ ഇൻഡിവിജ്വൽ കോൺഫ്ലിക്റ്റ്. കാരണങ്ങൾ ഇതൊക്കെയാണ്: പേഴ്സണാലിറ്റി ഡിഫറൻസ്, ഈഗോ സ്റ്റാറ്റസ്, വാല്യൂ ആൻഡ് ഇൻട്രസ്റ്റ് ഡിഫറൻസ് ഇൻ പെർസെപ്ഷൻ, സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ്. ഓക്കെ, these are the reasons for inter individual level conflict.
ദ നെക്സ്റ്റ് ഈസ് ഗ്രൂപ്പ് ഓർ ഓർഗനൈസേഷണൽ കോൺഫ്ലിക്റ്റ്. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇൻഡിവിജ്വൽ ലെവൽ കോൺഫ്ലിക്റ്റ് ആണ്. ഇനി ഗ്രൂപ്പ് ലെവൽ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓർ ഓർഗനൈസേഷൻ കോൺഫ്ലിക്റ്റ്. ഇവിടെ രണ്ട് ഗ്രൂപ്പുകളുടെ ഇടയിൽ അല്ലെങ്കിൽ രണ്ട് സെക്ഷൻസ്, രണ്ട് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇവക്കിടയിൽ ഉയർന്നു വരുന്ന കോൺഫ്ലിക്റ്റുകളാണ് ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ്. ഇതിൻ്റെ കാരണങ്ങൾ ഇംപ്രോപ്പർ റിസോഴ്സ് അലോക്കേഷൻ, ടാസ്ക് ഇൻ്റർഡിപ്പെൻഡൻസ്, അതേപോലെ ഡിഫറൻസ് ഇൻ ഗ്രൂപ്പ് ഗോൾസ്. ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് അല്ലെങ്കിൽ ഒരു സെക്ഷന് മറ്റൊരു സെക്ഷനെ സമീപിക്കേണ്ടി വരുന്നു. ടാസ്ക് ഇൻ്റർഡിപ്പെൻഡൻസ്, അതേപോലെ ഡിഫറൻസ് ഇൻ ഗ്രൂപ്പ് ഗോൾസ്. പല ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും പല സെക്ഷൻ്റെയും ലക്ഷ്യങ്ങൾ പരസ്പരം വ്യത്യസ്തമാണ്. അതേപോലെ ഇംപ്രോപ്പർ റിസോഴ്സ് അലോക്കേഷനിലുള്ള മിസ്റ്റേക്ക്. ഇങ്ങനെയൊക്കെ കാരണങ്ങൾ കൊണ്ട് ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ് ഉയർന്നു വരാറുണ്ട്. ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റിനെയും നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഇൻ്റർ ആസ് വെൽ ആസ് ഇൻട്രാ ലെവലിലേക്ക് തരംതിരിക്കാൻ സാധിക്കും. ഇൻ്റർ ഓർഗനൈസേഷണൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുമ്പോൾ കോൺഫ്ലിക്റ്റ് എമംഗ് ടു ഓർഗനൈസേഷൻസ് ഹാവിങ് സെയിം ഗോൾസ്. രണ്ട് സ്ഥാപനങ്ങൾ തമ്മിൽ, രണ്ട് ഫേമുകൾ തമ്മിൽ, ഒരേ ലക്ഷ്യത്തിൽ പ്രവർത്തിക്കുന്ന രണ്ട് ഫേമുകൾ തമ്മിലുണ്ടാവുന്ന കോൺഫ്ലിക്റ്റാണ് ഇൻ്റർ ഓർഗനൈസേഷൻ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഇൻട്രാ ഓർഗനൈസേഷൻ കോൺഫ്ലിക്റ്റോ അത് രണ്ട് തരത്തിലാവാം, ഹൊറിസോണ്ടലും വെർട്ടിക്കലും. ഹൊറിസോണ്ടൽ എന്ന് പറയുമ്പോൾ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ എംപ്ലോയീസ് ഓർ ഡിപ്പാർട്ട്മെൻറ്റ്സ് അറ്റ് ദ സെയിം ലെവൽ. ഒരേ പൊസിഷനിലിരിക്കുന്ന തൊഴിലാളികൾ, പ്രൊഡക്ഷൻ മാനേജർ, മാർക്കറ്റിംഗ് മാനേജർ, ഫിനാൻസ് മാനേജർ, അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ്സ്, മിഡിൽ ലെവൽ മാനേജേഴ്സ്, ഒരേ പൊസിഷനിലിരിക്കുന്ന ആളുകൾ തമ്മിലുണ്ടാകുന്ന കോൺഫ്ലിക്റ്റ്. അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റും മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റും അങ്ങനെയുള്ള ഒരേ പൊസിഷനിലുള്ള ഗ്രൂപ്പുകൾ തമ്മിൽ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റാണ് ഹൊറിസോണ്ടൽ കോൺഫ്ലിക്റ്റ്. അതേപോലെ വെർട്ടിക്കൽ എന്ന് പറയുമ്പോൾ സുപ്പീരിയർ സബോർഡിനേറ്റ്, ഒരു ഹയറാർക്കിക്കലായിട്ടുള്ള സുപ്പീരിയർ സബോർഡിനേറ്റ് കോൺഫ്ലിക്റ്റാണ് വെർട്ടിക്കൽ കോൺഫ്ലിക്റ്റ്. ഇതൊക്കെ ഇൻട്രാ ഓർഗനൈസേഷണൽ കോൺഫ്ലിക്റ്റിന് ഉദാഹരണങ്ങളാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഓർഗനൈസേഷണൽ കോൺഫ്ലിക്റ്റിനെ കുറിച്ചാണ്, അതിൻ്റെ പല ലെവൽസിനെ കുറിച്ചാണ്. ഇൻഡിവിജ്വൽ ലെവലും ആൻഡ് ഗ്രൂപ്പ് ലെവലും.